തെറ്റാർക്കും പറ്റാം. അങ്ങനെ ശ്യാമയുടെ പേരിൽ ഒരു സംശയം വസുവിനുണ്ടായി. ഇപ്പോൾ അത് ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇനി വേണ്ടത് പറ്റിപ്പോയ തെറ്റ് തിരുത്തുക. അതിനെന്താ വേണ്ടതെന്ന് ആലോചിക്കുക. അതാ ഒരു അമ്മയെന്ന നിലയിൽ വസുവിന് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് അഖിയെയും ശ്യാമയും തിരിച്ചു വിളിക്കുന്നതിനെ കുറിച്ചാണ്. ആനന്ദേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പൊ വേണ്ട. അവള് പാടാൻ കഴിവുള്ളവള് തന്നെ, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പൊ അത് വേണ്ട. എനിക്കെന്റെ മക്കളാ വലുത്. അവള് കാരണം എന്റെ ഒരു മോൻ പെരുവഴിയിലായി. ഇനി മറ്റൊരു മകന്റെ ജീവിതം തകരുന്നത് കൂടി കാണാൻ എനിക്ക് വയ്യ. ശരിക്കും ആലോചിക്ക്. വേണ്ടത് ചെയ്യ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അമ്മേ, ശ്യാമ പാടുമായിരിക്കും, സമ്മതിച്ചു. പക്ഷേ അവൾ ഈ കുടുംബത്തോട് ചെയ്തതൊക്കെ മറക്കാൻ പറ്റുമോ? എന്തിന്? അമ്മയുടെ ആഖി മോനെ അമ്മയിൽ നിന്ന് അകറ്റിയത് ശ്യാമയല്ലേ? അവൾ ഒറ്റ ഒരുത്തിയ. അമ്മേ, എന്താ ഞാൻ പറഞ്ഞതിനൊന്നും മറുപടി പറയാത്തെ? ഐശ്വര്യ, നീ ഒന്ന് പോയേ. ഞാൻ കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നോട്ടെ, പ്ലീസ്. ഓ, അമ്മയും മനസ്സ് മാറ്റി തുടങ്ങിയെന്നാ തോന്നുന്നേ. ശ്യാമ, അവൾ ഇനി ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. വരട്ടെ, എന്ത് തന്ത്രം ഉപയോഗിച്ചും അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കണം. മമ്മി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ആ സിറ്റുവേഷൻ മമ്മിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. എന്തോ ഇപ്പോഴും എനിക്ക് ശരിക്കും അറിയില്ല. അപ്പൊ അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. എന്നാലും ഇത് എന്നോട് വന്ന് പറയാൻ നിനക്ക് എങ്ങനെ നാവ് പൊന്തിയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. കിട്ടിയ ഒരു അവാർഡും കളഞ്ഞു കുളിച്ചേച്ച് വന്നിരിക്കുന്നു. അതും ആ നിറഞ്ഞ സദസ്സിൽ വെച്ച് നീ കൂടി ചേർന്ന് ആ അവാർഡ് ശ്യാമയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മീ, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ നടുക്കം ഇനിയും എനിക്ക് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ശരിയാ. അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചെന്നും ഇപ്പോഴും എനിക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ബോധമില്ലാതെ ഓരോന്ന് ചെയ്യാൻ എന്റെ മോളിൽ ലഹരിയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ? ഇല്ലല്ലോ. സത്യത്തിന് ഞാനപ്പോ എന്തോ ലഹരിക്ക് അടിമപ്പെട്ടത് പോലെയാ തോന്നിയത്. മനസ്സെന്തോ ഒരു മയിൽപ്പീലി തുണ്ട് പോലെ, മനസ്സെനിക്ക് കൈവിട്ട് പോകുന്ന പോലെ. ആ അവാർഡിന് അർഹ ശ്യാമയാണ്, അത് അവൾക്ക് കൊടുത്തേക്കെന്ന് ആരും എന്റെ മനസ്സിലിരുന്ന് മന്ത്രിക്കുന്ന പോലെയാ അപ്പൊ എനിക്ക് തോന്നിയത്. മണ്ണാങ്കട്ട, മനസ്സിൽ ആരോ ഇരുന്ന് മന്ത്രിച്ചു പോലും. അബദ്ധം കാട്ടിയിട്ട് വന്നിട്ട് വെറുതെ സ്വയം ന്യായീകരിക്കില്ലേ നീ? മമ്മി വേണമെങ്കിൽ എന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ഇതിലും ഭേദം അതാ. ഞാൻ അനുഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ കൂടുതൽ അപ്പോഴത്തെ അവസ്ഥ എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. വലിയ തെറ്റാ ഞാൻ ചെയ്തത്. കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോ. ഞാൻ ബോധപൂർവ്വം അവാർഡ് വേണ്ടെന്ന് വെക്കുമെന്ന് മമ്മി വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ബദ്ധശത്രുവായ ആ ശ്യാമയ്ക്ക് ഞാനും കൂടി അത് കൊടുക്കുമെന്ന് മമ്മി കരുതുന്നുണ്ടോ? എന്നെ മമ്മിക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എനിക്കിനി ജീവിച്ചിരിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും ദ്രോഹം ചെയ്ത മമ്മിക്ക് നാണക്കേടുണ്ടാക്കിയ എന്നെ അങ്ങ് കൊന്നേക്കാൻ. മമ്മിയുടെ കൈകൊണ്ട് തന്നെ കൊന്നേക്കാൻ. മമ്മി എന്നെ കൊല്ല്. ഇങ്ങനെ മമ്മിയെ വിഷമിപ്പിച്ച് ജീവിക്കുന്നതിനേക്കാൾ അതാ നല്ലത്. മരിക്കുന്നതാ. മോളെ,
അത് കേട്ടപ്പോ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞു പോയതാ. പോട്ടെ, കരയല്ലേ മോളെ, പോട്ടെ, കരയാതെ. ആ അവാർഡ് വാങ്ങി ജേതാവിനെ പോലെ നിൽക്കുന്ന ശ്യാമയെ കണ്ട് മനസ്സ് തകർന്ന ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പൊ മമ്മി കൂടി ഇങ്ങനെ. ഞാൻ വിഷമം സഹിക്കാതെ പറഞ്ഞു പോയതാ. മോള് കരയാതെ. നിന്നെ എനിക്ക് മനസ്സിലാവും. കരയല്ലേ മോളെ. എന്നാലും മമ്മി എന്നെ സംശയിച്ചല്ലോ. കരയാതെ മോളെ. മോള് ഫംഗ്ഷൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഞാൻ ചെന്നൈയിലായി പോയി. സാരമില്ല, നമുക്ക് നോക്കാം. ഇതെല്ലാം അഖിലിന്റെയും ശ്യാമയുടെയും പ്ലാനിംഗ് ആയിരുന്നു. ഇതിനിടയില് അവരെന്തോ തിരിമറി നടത്തി. അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ പറഞ്ഞില്ലേ അപ്പൊ നീ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എന്ന്. അക്കാര്യത്തില് എനിക്ക് ബലമായ ഒരു സംശയമുണ്ട്. ശ്യാമ വലിയ ഭക്തയാ. ഏത് സമയവും പൂജയും പ്രാർത്ഥനയാ. വാസുദേവനും ആ കുടുംബവും മൊത്തത്തിൽ അങ്ങനെ തന്നെയാ. ഇനി എന്റെ മോൾക്കെതിരെ അവര് വല്ല ആഭിചാരവോ ഹോമോ മറ്റോ നടത്തിയിട്ടുണ്ടെന്നാ എന്റെ ഒരു പേടി. ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് മോൾക്കൊരു മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവണമെങ്കിൽ അതങ്ങനെ വരാനേ തരവുള്ളൂ. എനിക്ക് മറ്റൊരു പേടിയുണ്ട് മമ്മി. ആ തിരുവാഭരണം എടുക്കാൻ കൂട്ടു നിന്നെന്റെ തിരിച്ചടിയാ ഇതെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, അതാവാനേ തരവുള്ളൂ. അപ്പൊ തന്നെ ഐശ്വര്യച്ചയുടെ 1,00,000 രൂപയുടെ നെക്ലസ് നഷ്ടപ്പെട്ടു. എനിക്കിപ്പോ ഇങ്ങനൊരു തിരിച്ചടി. ഇതെനിക്ക് കൃഷ്ണൻ തരുന്ന തിരിച്ചടിയാ, സംശയമില്ല. ഇനി അങ്ങനെ ആവൂ എന്റെ കൃഷ്ണ. എല്ലാ തെറ്റും പുറത്ത് എന്റെ മോളെ കാത്തോണേ ഭഗവാനെ. മോളെ ശ്രീകുട്ടി, മോളെ അങ്കിളെ ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ മോളെ? മോളെ മോളെ സൂക്ഷിച്ച്. മോളെ മോളെ ശ്രീകുട്ടി, ശ്രീകുട്ടി മോളെ മോളെ അങ്കിളെ ഞാൻ ദാ ഇവിടെയാ. ശ്രീകുട്ടി മോളെ ശ്രീകുട്ടി മോളെ ശ്രീകുട്ടി വാ. എവിടെ മോളെ? മോളെ സൂക്ഷിക്കണേ ശ്രീകുട്ടി. എന്നെ പിടിക്കാൻ പറ്റില്ലല്ലോ. ശ്രീകുട്ടി മോളെ വാ സൂക്ഷിക്കണേ വാ വാ. മോളെ ശ്രീകുട്ടി മോളെ മോളെ ശ്രീകുട്ടി മോളെ ശ്രീകുട്ടി. മോളെ
മോൾക്കിനി എന്തെങ്കിലും അസുഖം വല്ലതും? വിളിക്കാം. ഇപ്പൊ ഇതാരാ? അരുണാണല്ലോ. ഹലോ. ഹലോ, ഞാനാ അരുൺ. അല്ല, എന്താന്നും പറയാത്തെ? സോറി, ഞാൻ ശ്രീകുട്ടി സ്വപ്നം കണ്ടതാ, അങ്ങനെയാ വിളിച്ചേ. എന്താ, എന്നോടൊന്നും പറയാനില്ലേ? ഇപ്പൊ ഞാൻ എന്ത് പറയാനാ? മോൾക്ക് ഇപ്പോ അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, അവൾ ഉറങ്ങാ. ആ, എനിക്ക് മോളെ വല്ലാണ്ട് മിസ് ചെയ്യാ. മോളെ ഞാൻ നന്നായി നോക്കുന്നുണ്ട്. അതെനിക്കറിയാം. അതെ അരുൺ, മോൾക്കും അരുണങ്കിൾ എന്ന് പറഞ്ഞാ വലിയ ഇഷ്ടാ. ആണോ? രക്തത്തെ തിരിച്ചറിയായിരിക്കും അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കറിയില്ല. എല്ലാം എനിക്കറിയാം. പിന്നെ മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. പിന്നെ എനിക്ക് അല്ല, എന്താ പറയാമെന്നേ? ശരി, ഓക്കെ, എന്ന് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. നീ കിടന്നില്ലേ? അത് ഒരു ഫ്രണ്ടിന്റെ ഫോൺ വന്നു, കുറച്ച് സീരിയസ് മാറ്ററാ, അതാ. നിക്ക്. ഏത് ഫ്രണ്ടിന്റെയാ? അമ്മേ, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ. ആണോ? എനിക്ക് ഉറക്കം വരിക, ഞാൻ പോയി കിടക്കട്ടെ. അരുൺ, ഈ രാത്രിയിൽ ആരെയാ വിളിച്ചേ? ഇനി ആ അശ്വതിയാണോ? ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയ ദുരന്തങ്ങളെല്ലാം വീണ്ടും എന്റെ കുടുംബത്തേക്ക് വരികയാണോ ഈശ്വര? എല്ലാറ്റിനും കാരണം അവളാ, ആശി അമ്മ. ഫോൺ ചെയ്തിട്ട് നിൽക്കുക. ഞാനൊന്ന് കണ്ണടച്ചപ്പോ ഇഷ്ടക്കാരിയെ വിളിച്ചതാ.
ഇന്ന് അവളുടെ നമ്പർ കണ്ടെത്തണം. ഈ ഉറക്കം ഇപ്പൊ ഞാൻ അവസാനിപ്പിച്ച് തരാം. നോക്കിക്കോ. അവളുടെ നമ്പർ കിട്ടിയ അവളെ ഞാനിന്ന് ഓർക്കത്തില്ല. ഛേ, ഇപ്പൊ വിളിച്ച നമ്പർ കാണുന്നില്ലല്ലോ. മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തതാ. ഇപ്പൊ രക്ഷപ്പെട്ടു. ഇനിയും അവസരം എനിക്ക് കിട്ടും. പിന്നെ ഈ ഐശ്വര്യ ആരാണെന്ന് ശരിക്കും മനസ്സിലാവും. ഇതെന്താ ഈ സമയത്ത് അലാറം വെച്ച്? മനസ്സിലായില്ല. കൃത്യസമയത്ത് ഉണരാൻ അലാറം വെച്ചതേ ഞാനാ. താനിങ്ങനെ മിഴിച്ചു നോക്കണ്ട. ഇന്ന് മുതൽ മ്യൂസിക് പ്രാക്ടീസ് തുടങ്ങുന്നു. ആ റിയാലിറ്റി ഷോയുടെ ഓഡിഷനെ ഇനി അധികം ദിവസമില്ല. അതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ലാന്നേ. പ്രാക്ടീസ് ചെയ്താലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കുറച്ച് ഭാഗ്യം കൂടി വേണം. അതെനിക്കില്ല. എൻ്റെ ജീവിതം അങ്ങനെയായിപ്പോയി. സാറിനറിയാലോ, വിസ്മയ്ക്ക് അതിനൊക്കെയുള്ള ഭാഗ്യം. വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് താൻ വിധിയെ പഠിക്കുക. സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. എന്തനുഭവം? ശ്യാമയുടെ കരിയർ ഗ്രാഫ് ഉയരാൻ പോകുന്നില്ലേ ഉള്ളൂ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഒടുവിൽ വിജയം ഉറപ്പാ. ആ, എന്നാ വെറുതെ കാത്തിരുന്നാ പോരാ. വിജയം നമ്മളെ തേടി വരില്ല. അതിനുവേണ്ടി മനസ്സർപ്പിച്ച് കഠിനമായി പരിശ്രമിക്കാം. ഫൈനൽ വിജയം അയാൾക്കുള്ളതാ, ഉറപ്പാ. അല്ലാതെ വിസ്മയെ പോലെ തന്ത്രങ്ങളിലൂടെ വിജയം നേടാൻ ശ്രമിച്ച ആ വിജയം താൽക്കാലികം മാത്രമാ. അതെന്നും നിലനിൽക്കില്ല. ഈ ലോകത്ത് വിജയിച്ചിട്ടുള്ളവരെല്ലാം അങ്ങനെയാ. അവസരത്തിന് വേണ്ടി തന്റെ കഴിവ് ഉപയോഗിച്ച് പടപൊരുതിയവരാ അവരെല്ലാം. ഒടുവിൽ ആ വിജയം അവരെ തേടി എത്തിയിട്ടുമുണ്ട്. ആ കീർത്തി എന്നും നിലനിന്നിട്ടുമുണ്ട്. സത്യത്തില് സാറിന്റെ ഈ വിശ്വാസം എന്റെ ബലം. ശരിയാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ റിയാലിറ്റി ഷോയാ ഇനി എന്റെ ലക്ഷ്യം. ഇത്ര എന്നെ സ്നേഹിക്കുന്ന, എന്റെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സാർ എന്റെ ഒപ്പം ഉള്ളപ്പോ ഞാൻ ആ ഓഡിഷൻ ജയിക്കുക തന്നെ ചെയ്യും.